എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് ലോ ബഡ്ജറ്റ് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് മലയത്ത് നമുക്കിപ്പോൾ കുറച്ച് വീട് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് ലോ ബഡ്ജറ്റിൻ്റെ. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന 2 നില വീടാണ്, അതും ഒരു ലോ ബഡ്ജറ്റിൻ്റെ വീടാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ സൈഡിൽ നമ്മൾ ഇതിന് മുമ്പ് ഒരു മേടിച്ചിട്ടുള്ള വീടുണ്ട് 38 ലക്ഷത്തിൻ്റെ. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ സൈഡിൽ ഒരു 39 ലക്ഷത്തിൻ്റെ 4 സെൻറ്റിൽ 1100 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 39 ലക്ഷത്തിൻ്റെ വീടിൻ്റെ ഉണ്ട്. അതുപോലെ നമുക്ക് ഈ വില്ലയ്ക്കകത്ത് വേറെ 2-3 വീടുകൾ നമ്മുടെ ലോ ബഡ്ജറ്റ് വീട് നമുക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീടാണ് കേട്ടോ. അപ്പോൾ ഈ വീട് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് 4,100 സെൻറ്റ് വരുന്നത്, 1300 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്, 3 വലിയ ബെഡ്റൂം, 12 3 വലിയ ബെഡ്റൂമും 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. നമ്മുടെ ഫ്രണ്ടിൽ കാർ പാർക്കിംഗ് വന്നിട്ട് നമുക്ക് 3 കാർ വരെ ഇടാൻ പറ്റിയ വലിയ കാർ പാർക്കിംഗ് ആണ് വരുന്നത്. നമുക്കിവിടെ കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമുക്ക് ഈ വീട് നിൽക്കുന്ന നമ്മുടെ തിരുവനന്തപുരം മലയം ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാറി ഒരു വലിയൊരു വില്ല പ്രോജക്റ്റിൻ്റെ അതാണ് നമുക്ക് ഈ വീട് സെയിലിന് വന്നിട്ടുള്ളത്. നമുക്കിവിടുന്ന് തമ്പാനൂർ പോകാൻ 12 കിലോമീറ്റർ, നമുക്കിവിടുന്ന് എയർപോർട്ട് പോകാൻ 15 കിലോമീറ്ററാണ് വരുന്നത്. പ്രാവച്ചമ്പലം നമുക്ക് 4 കിലോമീറ്ററാണ് വരുന്നത്. പ്രാവച്ചമ്പലത്ത് പുതിയ റെയിൽവേ സ്റ്റേഷൻ നമുക്കിവിടെ 4 കിലോമീറ്ററേ വരുന്നുള്ളൂ. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളൊന്ന് പറയാൻ വന്നത്. നമുക്ക് ഫ്രണ്ടിൽ ചെറിയൊരു ഗാർഡൻ വർക്കും കാര്യങ്ങളും ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. നമ്മുടെ ബാക്ക് സൈഡൊക്കെ നമുക്ക് നല്ല സ്പേസാണ് വരുന്നത്. അവിടെ നമുക്ക് ചെറിയൊരു ഗാർഡൻ വർക്കും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇനി ഹൗസ് സൈഡ് പെയിൻറ്റിങ്ങും കാര്യങ്ങളും ചെയ്യാനുണ്ട്. അത് നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അകത്ത് സൈഡ് പെയിൻറ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടും ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മതിലും കാര്യങ്ങളും മാത്രമേ പെയിൻറ്റ് ചെയ്യാനുള്ളൂ. നമ്മുടെ വീട് ചെയ്തിരിക്കുന്നത് നമ്മുടെ കണ്ടംപററി ഡിസൈനിലാണ് വീട് ചെയ്തിട്ടുള്ളത്. വീട് അതുപോലെ നമുക്ക് വാസ്തു പ്രകാരമാണ് വീട് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് 2 നിലയാണ്. ഇതിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 43 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലാണ് നമുക്ക് കിണർ വരുന്നത്. നമ്മുടെ ഫ്രണ്ടിലെ ടീലൊക്കെ വന്നിട്ട് നല്ല ഗ്രിപ്പുള്ള ടീലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഇവിടെ സ്ലൈഡിങ് ഗേറ്റും വരുന്നുണ്ട്, നമ്മളൊരു നോർമൽ ഗേറ്റും വരുന്നുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ടൊക്കെ വന്നിട്ട് നമുക്ക് വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. നമ്മുടെ ഫ്രണ്ടിലെ വുഡൊക്കെ വന്നിട്ട് നമുക്ക് പ്ലാവാണ്, അത് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ മാറ്റ് ഫിനിഷാണ് നമ്മൾ പോളിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്കിവിടെ 4 ഗ്രണ്ടിൻ്റെ ടൈലാണ് വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ഹാളാണ്. നമുക്ക് ഡൈനിങ് സെക്ഷനും നമ്മുടെ TV യൂണിറ്റും നമുക്ക് സെപ്പറേറ്റ് ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ് വന്നിട്ട് നമുക്ക് വലിയൊരു TV വരെ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റാണ്. ഇതിൽ നമുക്ക് നല്ല സ്റ്റോറേജ് വരുന്നുണ്ട്. നമ്മുടെ കബോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാം നല്ല ഹൈ ക്വാളിറ്റി ബോർഡാണ് കബോർഡ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ 4 സീലിംഗ് നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. അകത്തെ കളറൊക്കെ വന്നിട്ട് നമ്മൾ നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അകത്ത് നമുക്ക് 2 തൊട്ട് പുട്ടിയും കാര്യങ്ങളെല്ലാം തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ലൈറ്റ് കളറാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്ക് 4 ഗ്രണ്ടിൻ്റെ ടൈലാണ് വരുന്നത്. നല്ല ഹൈ ക്വാളിറ്റി ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നമുക്ക് അപ്പോസ്റ്റ് വർക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ ജിക്സം ബോർഡിൽ നമ്മൾ ലൈറ്റ് ഉപയോഗിച്ചിരിക്കുന്ന ഫാം ലൈറ്റാണ് വരുന്നത്. നമ്മുടെ TV യൂണിറ്റിൽ നിന്ന് നമുക്ക് വരുന്നത് 2nd ഫ്ലോറിലോട്ടുള്ള സ്റ്റെയർ ആണ്. നമ്മുടെ ഡൈനിങ് സെക്ഷൻ അതിൻ്റെ ബാക്കിലാണ് വരുന്നത്. അതുപോലെ നമുക്കിവിടെ ഒരു വലിയൊരു ഓപ്പൺ കിച്ചണും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ വന്നിട്ട്. നമ്മുടെ സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വരുന്നത്. നമുക്ക് വാഷ് ബേസ് വരുന്നത് നമ്മുടെ സ്റ്റെയറിൻ്റെ അടുത്തായിട്ടാണ് വാഷ് ബേസ് വരുന്നത്. അതൊക്കെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാഷ് ബേസിൽ ഫിറ്റിങ്സും കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ വന്നിട്ട് വലിയൊരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. അതിനോട് ചേർത്ത് തന്നെ നമുക്ക് വലിയൊരു ഓപ്പൺ കിച്ചണും വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വന്നിട്ട്. ഇത് നമുക്ക് വലിയ രീതിയിൽ തന്നെ ഓപ്പൺ കിച്ചൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് നല്ല സ്റ്റോറേജ് ആണ്. അതുപോലെ നമ്മളിവിടെ ഗ്രിപ്പുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വുഡിൻ്റെ ഗ്രിപ്പുള്ള ടൈലാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസും വരുന്നുണ്ട്. കിച്ചൻ്റെ ബാക്കിൽ വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. കിച്ചൻ്റെ ബാക്കിലാണ് നമുക്ക് നനകല്ല് വരുന്നത്. നമ്മുടെ ഹാളിൽ നിന്ന് ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നിട്ട് നമുക്ക് വലിയൊരു ബെഡ്റൂം, നമുക്ക് 11x11 ബെഡ്റൂമാണ് വരുന്നത്. അതുപോലെ നമ്മുടെ കബോർഡ് വർക്ക് നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. നമുക്ക് 3 ബെഡ്റൂമിലും അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. 3 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 വാഷ്റൂമിൽ നമ്മൾ ഹീറ്റർ പോയിന്റും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട്. നമുക്ക് വലിയൊരു വാഷ്റൂമാണ് വരുന്നത്. ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ്. അതുപോലെ നമുക്ക് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് അപ്പോസി വർക്കും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഹീറ്റർ പോയിന്റും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഹാളിൽ നിന്ന് അടുത്ത് വരുന്ന നമുക്ക് 2ാമത്തെ ബെഡ്റൂമാണ്, വലിയൊരു ബെഡ്റൂമാണ്. ഇത് നമുക്ക് 12x12 ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ കബോർഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ കബോർഡ് വന്നിട്ട്. കബോർഡിൽ നമുക്ക് നല്ല സ്റ്റോറേജ് ആണ്. നമ്മുടെ 3 ബെഡ്റൂമിലെ കബോർഡിൽ നമുക്ക് നല്ല സ്റ്റോറേജ് ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ വാഷ്റൂം വന്നിട്ട്. നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ ഫിറ്റിംഗ്സിന് വേണ്ടി നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ്. ഇവിടെ നമ്മൾ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹാളിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് നമുക്ക് 2nd ഫ്ലോറിലോട്ട് വന്ന് സ്റ്റെയർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്റ്റെയറിൽ ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മളെ ഇരുമ്പിലാണ്. അത് നമ്മുടെ വുഡിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് 2nd ഫ്ലോറിൽ നമുക്ക് ജിക്സം വർക്ക്, നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ജിക്സം വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റെയർ കയറുന്നിടത്ത് നമുക്ക് നല്ല ഫാൻസി ലൈറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 1 ബെഡ്റൂമാണ് വരുന്നത്, വലിയൊരു ബെഡ്റൂമാണ് വരുന്നത്.
നമുക്ക് ഈ ഹാളിൽ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റും ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെറിയ രീതിയിൽ കബോർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഹൗസ് സൈഡും വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓപ്പൺ ടെറസിൽ. ഇതാണ് നമ്മുടെ ബെഡ്റൂം വന്നിട്ട്. മൂന്നാമത്തെ ബെഡ്റൂം വന്നിട്ട് ഇത് നമുക്ക് 12x12 ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ സെയിം മെത്തഡിൽ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ല സ്റ്റോറേജ് ആണ് കബോർഡിൽ. നമ്മുടെ 3 ബെഡ്റൂമിൻ്റെ കബോർഡ് നമുക്ക് ഏകദേശം ഒരേ ഡിസൈനാണ് വരുന്നത്. നമ്മുടെ വാഷ്റൂം വന്നിട്ട് നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. നമ്മുടെ 3 ബെഡ്റൂമിലെ വാഷ്റൂമും നമുക്ക് വലിയ വാഷ്റൂമാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഹീറ്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിച്ച് നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ്. ഇവിടെ നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള തേയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ഹാളിൽ നിന്ന് ബാൽക്കണിയാണ്. ഇതാണ് നമ്മുടെ ബാൽക്കണി വന്നിട്ട്. നമുക്ക് അതിവിശാലമായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് വരുന്നത്. നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് അഡീഷണൽ റൂം ഇറക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള സ്പേസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. നമ്മുടെ ബാൽക്കണി വരുന്നുണ്ട്. നമുക്ക് ഈ വീട്ടിൻ്റെ പരിസരമൊക്കെ നമുക്ക് നല്ല സൈലൻറ്റ് ഏരിയയാണ്. അതുപോലെ നല്ല ആംബിയൻസ് ആണ് കേട്ടോ. നമുക്ക് നല്ല ഫാമിലിയോടെ താമസിക്കാൻ പറ്റിയ നല്ല സൈലൻറ്റ് ഏരിയയാണിത്. അതുപോലെ നമുക്ക് ഇവിടെ കുടിവെള്ളത്തിന് ഒരു പ്രശ്നവും വരുന്നില്ല. നമുക്ക് എപ്പോഴും കുടിവെള്ളം കാണും. നമുക്ക് ഹാളിൽ നിന്ന് അടുത്ത് വരുന്നത് നമുക്ക് ഓപ്പൺ ടെറസാണ്. ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ് വന്നിട്ട്. അപ്പോൾ ഓപ്പൺ ടെറസിൽ നമുക്കിവിടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് മെയിൻ ടെറസിൽ പോകുന്ന സ്റ്റെയറും വരുന്നുണ്ട്. നമുക്കിവിടെ ഈ വില്ലകത്തുള്ള ഏകദേശപ്പെട്ട വീടെല്ലാം നമുക്ക് സെയിലായിട്ടുണ്ട്. എല്ലാത്തിനും നമുക്ക് ആൾ താമസവും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും. അപ്പോൾ ഈ വീട് നിൽക്കുന്ന 4,100 സെൻറ്റ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് വന്നിട്ട് 1,300 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 3 വലിയ ബെഡ്റൂം വരുന്നുണ്ട്. 3 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. അതുപോലെ നമുക്ക് ഈ വീടിൻ്റെ ദർശനം വന്നിട്ട് വടക്ക് ദർശനമാണ്. വാസ്തുപ്രകാരമാണ് വീട് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്കിവിടെ 3 വലിയ കാറുള്ള സ്പേസ് വരുന്നുണ്ട്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്. ലൈൻ കണക്ഷനും വരുന്നുണ്ട്. നമുക്കിവിടെ നിന്ന് തമ്പാനൂർ വരെ പോകാൻ 12 കിലോമീറ്ററും ഇവിടെ നിന്ന് എയർപോർട്ട് പോകാൻ വേണ്ടി നമുക്ക് 15 കിലോമീറ്ററാണ് വരുന്നത്. നമ്മുടെ ടെറസിലെ ടാങ്ക് വരുന്ന 750 ലിറ്ററിൻ്റെ ടാങ്കാണ്. അതുപോലെ നമുക്ക് വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് നടക്കുന്നേ ഉള്ളൂ. നമ്മുടെ വാട്ടർ പ്രൂഫിംഗ് എല്ലാം ചെയ്താണ് നമ്മൾ കൊടുക്കുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 43 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ ആണ്. അതുപോലെ 80% ഹോം ലോണും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഈ വീട് തന്നെ ആർക്കും താല്പര്യം താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ വീടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു ലോ ബഡ്ജറ്റ് വില്ലയായിട്ട് കാണാം. അതൊരിക്കലും എല്ലാവർക്കും ബൈ.